ഗൈസ്, വെൽക്കം ബാക്ക് ടു PSC Winner യൂട്യൂബ് ചാനൽ. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന SRT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്നൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതിൽ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ എന്നുള്ള ഒറ്റ പാർട്ടാണുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓർഡർ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഒരു കോട്ട് പറയുന്നുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? എൻ ഗ്ലാഡനാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത്. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന് അർത്ഥം സേവനം എന്നാണ്. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സേവനം എന്നാണ്. അതായത് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുഭരണം എന്നൊറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് AD, ആദ്യത്തെ വാക്കായ AD, അഡ്മിനിസ്റ്റെയർ എന്നീ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങളാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകരമാകുമെന്ന് സ്വയം ചോദിക്കുക എന്നീ വചനങ്ങൾ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അത് ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസിയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിനു കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് നമ്മൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നമ്മൾ പറയുന്നവരെയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർത്ത് നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത് അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. അടുത്തത് കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്, സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ്. അങ്ങനെ 3 ഘടകങ്ങളാണ് ഉള്ളത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അതിലൊന്നാമത്തെയാണ് അഖിലേന്ത്യാ സർവീസ്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് അഖിലേന്ത്യാ സർവീസ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതുപോലെ അതിൻ്റെ 2 ഉദാഹരണമാണ് IAS, IPS തുടങ്ങിയവ. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത്. IAS, IPS തുടങ്ങിയവയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തതായിട്ട് കേന്ദ്ര സർവീസ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതാണ് കേന്ദ്ര സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവ. അടുത്തതായിട്ട് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നവയാണ് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസർ തുടങ്ങിയവ. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ്, എല്ലാവർക്കും അറിയാം, അത് ജില്ലാ കളക്ടർ തന്നെയാണ്. അടുത്തതായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ്
UPSC അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നമ്മൾ കേരള PSC എന്ന് പറയുന്നത് പോലെ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി ഗവൺമെൻറ്റുകൾ നടത്തുന്ന പരിപാടികളെ പറയുന്ന പേരാണ് ഭരണനവീകരണം. ഭരണനവീകരണമാണ് ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുമായി ഗവൺമെൻറ്റുകൾ നടത്തുന്ന നടപടികൾ അറിയപ്പെടുന്നത്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അധികം ക്വസ്റ്റ്യൻസും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവർ പറയുന്നത്. അടുത്ത ടോപ്പിക് ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ് എന്ന ടോപ്പിക്കിലുള്ളത്. ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അതാണ് അക്ഷയ കേന്ദ്രം. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ നാട്ടിലും ഉള്ളതാണ്. അപ്പോൾ എന്താണ്? ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളെ സാക്ഷരരാക്കുക. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതാണ് അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. സാക്ഷരതയാണ് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ്. അടുത്തതായിട്ട് അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന ടോപ്പിക്കാണ്. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005-ലാണ്. 2005-ലാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയായിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടനായിരുന്നു വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടന. ഇത് രാജസ്ഥാനിലാണ് ഉണ്ടായിരുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിച്ചത് ആരാണ്? അരുണ റോയ്. 1987 അരുണ റോയിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിച്ചത്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു. അടുത്തതായി വിവരാവകാശ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനുമായി കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി രൂപം കൊണ്ട കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 30 ദിവസമാണ്. 30 ദിവസമാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ്. എത്ര ദിവസത്തിനുള്ളിലാണ് ആദ്യ അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. ഓക്കെ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? പ്രതിദിനം 250 രൂപ. പ്രതിദിനം 250 രൂപയാണ് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. അടുത്തതായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ലോക്പാൽ, ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. എന്നായിരുന്നു അത് നിലവിൽ വന്നത്?
2014 ജനുവരി 16. 2014 ജനുവരി 16 ലോക്പാൽ നിലവിൽ വന്നത്. എന്നാൽ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏതായിരുന്നു? അത് ലോകായുക്തയാണ്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ലോക്പാലിൻ്റെ പരിധിയിൽ വരും. എന്നാൽ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇത് രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരിയിലാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. സന്താനം കമ്മിറ്റിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. വിജിലൻസ് കേസുകളിൽ തീർപ്പു കൽപ്പിക്കുന്നതിനുള്ള കോടതികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വിജിലൻസ് കോടതികൾ. വിജിലൻസ് കോടതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനിടയിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സേവനാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസ് ആക്ട്. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്നൊരു നിയമമാണ് സേവനാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസ് ആക്ട്. ഇത് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2010 ഓഗസ്റ്റിലാണ് ഈ നിയമം വന്നത്. കേരള സംസ്ഥാനം സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. അപ്പോൾ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്, 2010. എന്നാൽ കേരളത്തിൽ ഈ നിയമം വന്നത് 2012. അതൊന്ന് ഓർക്കുക. അടുത്തതായി ഓംബുഡ്സ്മാൻ. ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ചുമതലയെടുത്തിയ ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി തിരഞ്ഞെടുക്കുന്നത്. ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത് എന്തിനായിരുന്നു? ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതികൾ പരിശോധിക്കാൻ. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതികൾ പരിശോധിക്കാനാണ് ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത്. ഇത്രയും കാര്യങ്ങളുമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണം എന്ന SCERT 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്ററിലുള്ളത്. ഇത്രയും കാര്യങ്ങളെ അതിൽ മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ടുള്ളൂ. നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.